ഇന്ന് മലബാറിൽ കാണുന്ന ഈ ആത്മീയ വെളിച്ചത്തിന്റെ അടിസ്ഥാനം ബീരാനുൽ ബാബയാണ്. അവർ ചെയ്ത സേവനം വളരെ വലുതാണ്. ഈ മനുഷ്യന്മാരെ കൈ പിടിച്ച ആളുകൾ അവർക്ക് ആ കൈ പിടിച്ചാൽ മതി, കൈ പിടിച്ചാൽ തന്നെ മതി. കാരണം കിട്ടേണ്ടതൊക്കെ കിട്ടും. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. അവരുടെ മുഖത്തിന് തന്നെ, അവരുടെ മുഖകാന്തിയെ തന്നെ പേടിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ഇനിയൊരു പിഴവ് വരൂല. എന്തുകൊണ്ട്? ബലപ്പെട്ട ഒരു കൈ പിടിച്ചു. എന്നാൽ ഈ കൈ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ നിനക്ക് തന്നത് ഖാദിരിയത്താണോ റിഫായിയത്താണോ ജിഷ്ടിയത്താണോ ഒന്നും ബീരാനുൽ ബാബ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്താളെന്ന് പറയും, ഇങ്ങനെ ജീവിച്ചോന്നറിയും. ആ വഴിക്കെടുത്ത് ജീവിക്കും. ആ മനുഷ്യനത് മതി. ഇപ്പൊ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഖാദിയത്തിൽ ചേർന്നോ, റിഫായത്തിൽ ചേർന്നോ, ചിഷ്ടിയത്തിൽ ചേർന്നോ, സുറൂർത്യത്തിൽ ചേർന്നോ, നക്ഷബന്ധ്യത്തിൽ ചേർന്നോ എന്നൊന്നും അറിയൂല. പക്ഷെ ഒരാൾ അവരെ മുന്നിലുണ്ട്. അതാര്? ബീരാനുൽ ബാബ ഉണ്ട്, പൂക്കയറ്റങ്ങളുണ്ട്, ശംസുലുലമയുണ്ട്, കണ്ണിയത്തുണ്ട്. ഒരാൾ തരീഖത്തുകാരനാൽ നിർബന്ധമില്ലാന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. തരീഖത്തുകാരനാൽ നിർബന്ധമൊന്നുമില്ല. തരീഖത്തിൽ ചേരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതേ സമയത്ത് അയാൾക്ക് മൂന്നും ലഭിക്കൽ നിർബന്ധമാണ്. ഏതാണ് മൂന്ന്? അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഈ മൂന്ന് കാര്യം നിർബന്ധം. തരീഖത്തിൽ ചേരൽ നിർബന്ധമുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. ഒരാൾക്ക് ഇസ്ലാം കിട്ടണം, ഈമാനും കിട്ടണം, ഇഹ്സാനും കിട്ടണം. എന്താണ് ഈ ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ കൃത്യമായൊരു ഭാഗമാണ്. ദീൻ മൂന്ന് കാര്യമാണ്. ദീൻ അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ദീനിന് മൂന്ന് പാർട്ടാണ്. ആ മൂന്നും കൂടി ചേർന്നാലേ കാമിലായ ദീനാവും. മൂന്ന് പാർട്ട്. അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ നാഖിസാവും. അത് കമ്മിയായ ദീനാണ്. ദീനിന് മൂന്ന് പാർട്ടാണ്. ഒരു വസ്തുവിന് മൂന്ന് പാർട്ടുണ്ടല്ലോ: തുടക്കം, മധ്യം, ഒടുക്കം. ഒരു കാര്യത്തിന് അങ്ങനെ ഉണ്ടല്ലോ. എന്തിനുണ്ട് ആ മൂന്ന്? ദീനിന് കൃത്യമായി മൂന്ന് പാർട്ടുണ്ട്: അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇസ്ലാമിനെ നമ്മൾ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. ഈമാനെ നമ്മൾ അഖീദയിൽ നിന്ന് മനസ്സിലാക്കും. ഇഹ്സാനെ ത്വരീഖത്തിൽ നിന്ന് മനസ്സിലാക്കും. ഇനി ത്വരീഖത്തില്ലാതെ ഒരാൾക്ക് ഇഹ്സാൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. ത്വരീഖത്ത് എന്ന പേരിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇഹ്സാൻ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറയാ, ഉള്ളറിയുന്ന ഒരു മഹാൻ, ഒരു ഉള്ളറിയുന്ന മഹാൻ ത്വരീഖത്ത് എന്ന പേരിൽ ഒന്നും കൊടുത്തില്ല. അയാൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഹ്സാനിൽ ഇയാൾ എത്തിച്ചേർന്നു. മതി. ഏത് ത്വരീഖത്താണ് അതൊന്നും അറിയില്ല. എനിക്ക് ഇന്നാലിന്നെ എന്താ പറയുക, പിന്നെ അവറാം മൗലവി കുറച്ച് കാര്യങ്ങൾ ബാല്യക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ മുന്നോട്ട് പോയി. അതെനിക്ക് റാഹത്താവുകയും ചെയ്തു. എന്താണ് ത്വരീഖത്ത് അതൊന്നും ഇയാൾക്കറിയില്ല. അയാൾ ഒരാളെ കണ്ടെത്തി. മനസ്സിലാവേണ്ട പറഞ്ഞത് വളരെ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ അയാൾ വണ്ടൂരടുത്തുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ വഹാബിയത്ത് വന്ന തുടക്കകാലത്ത് ഞാനൊരിക്കൽ കെ സദഖത്തുള്ള മുസ്ലിയാരുടെ അടുത്തേക്ക് പോയി. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതൊരു 10-50 കൊല്ലം മുമ്പുള്ള കഥയാണ് ഇയാൾ ഈ പറയുന്നത്. ഞാൻ കെ സദഖത്തുള്ള മുസ്ലിയാരുടെ അടുത്ത് പോയി. അല്ലാഹു തആല അവരുടെ ദർജയിൽ വലിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ധാരാളം പണ്ഡിതന്മാർ നമുക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു മഹാനാണ് ബഹുമാനപ്പെട്ട കെ സദഖത്തുള്ള മുസ്ലിയാർ. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ വഹാബിയത്ത് നാട്ടിൽ വന്ന കാലം എന്നെ ശരിയെന്ത് തെറ്റെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കെ സദഖത്തുള്ള മുസ്ലിയാരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. എനിക്ക് പല പ്രസംഗം അങ്ങാടി കച്ചവടം, ഞാൻ പലതും കേൾക്കണം. എനിക്കെന്താണ് ശരി, എന്താ തെറ്റെന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ബഹുമാനപ്പെട്ട KK സദഖത്തുൽ മുസ്ലിയാർ എനിക്ക് ഫാത്തിഹ സൂറത്തിൻ്റെ മഅന പഠിപ്പിച്ചു, അതിൻ്റെ മർമ്മവും പഠിപ്പിച്ചു. ഇയാൾ പറയാൻ എന്നോട്, ഇതിനോട് പറഞ്ഞിട്ട് തന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞു. KK സദഖത്തുൽ മുസ്ലിയാർ എനിക്ക്, ഞാൻ പണ്ടൊരു അങ്ങാടി ഇങ്ങനെ കച്ചവടക്കാരനാണ്, എന്നും പലതരം പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. ഇത് വൈകുന്നേരമായ പ്രസംഗമാണ്. അപ്പോൾ എനിക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ KK സദഖത്തുൽ മുസ്ലിയാർ എനിക്ക് ഫാത്തിഹ സൂറത്തിൻ്റെ മഅന ഒന്നിങ്ങനെ പറഞ്ഞു തന്നു. അതിൻ്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തന്നു, അതിൽ അള്ളാഹു നിശ്ചയിച്ച വഴിയും പറഞ്ഞു തന്നു. അത് മതി, കഴിഞ്ഞു. പിന്നെ എൻ്റെ ജീവിതത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ ബഹുമാനപ്പെട്ട ദീനിൻ്റെ അഖീദ തെറ്റിയിട്ടില്ല. അപ്പം ഒരാളെ ചേർത്ത് കൊടുത്തു. അയാൾക്ക് ഇനി അയാൾക്ക് എത്രയും മുന്നോട്ട് പോകാം. റൂട്ട് ക്ലിയറായി. അതൊരു സ്വാലിഹായ മനുഷ്യനിൽ നിന്ന് കിട്ടി. അത് സ്വാലിന്ന് മാത്രമല്ല, ഒരു മുവഫഖായ അബ്ദാണ്, ഒരു തൗഫീഖുള്ള അബ്ദാണ്. അവരുടെ കണ്ണിൽ പോലും അള്ളാഹുവിൻ്റെ ഈ നൂറാനിയത്തുണ്ടാവും, അവരുടെ കണ്ണിലുണ്ടാവും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അവരുടെ കണ്ണിൽ നൂറാനിയത്തുണ്ടാവും. KK സദഖത്തുൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അവരുടെ കണ്ണിൽ നൂറാനിയത്തുണ്ടാവും. പണപ്പാട് PMS പൂക്കോയ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നൂറാനിയത്തുണ്ടാവും. സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ അവരുടെ കണ്ണിൽ നൂറാനിയത്തുണ്ടാവും. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവരുടെ കണ്ണിൽ നൂറാനിയത്തുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് അവർ നമ്മളെ നോക്കിയിട്ട് നമുക്കൊരു കാര്യം ഇട്ടെന്നാൽ അത് അങ്ങനെ തന്നെ കൽബിൽ ഉറച്ചു. അവിടെ ഷേഖിൻ്റെ സ്ഥാനത്ത് ഈ മനുഷ്യൻ ഇറങ്ങി നിന്നു. ത്വരീഖത്താണ് മറ്റൊന്നും ഇയാൾക്കറിയില്ല. ഇയാൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ വഴി അയാൾ മുന്നോട്ട് പോന്നു. ഇയാൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ദീനിൻ്റെ കാര്യത്തിൽ, സുന്നത്യമായത്തിൻ്റെ കാര്യത്തിൽ ഒരു ഷെക്കുമയൊക്കെ വന്നിട്ടുമില്ല. അത് കൃത്യമായി മുന്നോട്ട് പോകാം. അപ്പം അവിടെയും ഒരാളുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തം എന്നാൽ നമ്മുടെ കാലത്തിൽ ഇത്തരം ആളുകൾ കുറവാണ്. അത്തരം ആളുകൾ, വലിയ വലിയ കരുത്തുള്ള ആളുകളൊക്കെ 2001 മാഹൗലിൽ മരിച്ചു പോയിട്ടുണ്ട്. കണ്ണിയത്തിൻ്റെ മരണം 93, ഷംസുലിൻ്റെ മരണം 96. 2000-2010 ഉള്ളിൽ ഏകദേശം 2000-2010 മാഹൗലിൽ ഞാൻ പറഞ്ഞതാണ്. 2000-2010 ഒക്കെ ഉള്ളിൽ അങ്ങനെ കേമന്മാരായ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അത് ആ ആളുകളിൽ നിന്ന് നമുക്ക് ഇന്ന് ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ മയന വെക്കരുത്. എന്ത് പറഞ്ഞാലും ദോഷം മാനേജുണ്ടാക്കുന്ന കാലത്ത്. അപ്പോൾ ഞങ്ങളെ ഉസ്താദില്ലേ, ഞങ്ങളെ ഷെയ്ഖില്ലേ, ഇങ്ങനല്ലേ അങ്ങനല്ലേ, അവരെ ചെറുതാക്കി ഇവരെ വലുതാക്കി ഒക്കെ ഇങ്ങനെ പറയും. കുറച്ച് മനുഷ്യന്മാർക്ക് അതാണ് പണി. ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറയാം. നിങ്ങൾക്ക് ഷെയ്ഖില്ല എന്നോ നിങ്ങൾക്ക് ഔലിയില്ല എന്നൊന്നുമല്ല ഞാനീ പറഞ്ഞർത്ഥം. ഇത്തരം ആളുകൾ ഇവിടെ നിറഞ്ഞൊരു കാലുണ്ടായിരുന്നു. ഉദാഹരണം പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തിനും എൻ്റെ വല്യപ്പ മതിയായിരുന്നു. അദ്ദേഹം അത്രയും വലിയ ആളാണ്. എനിക്ക് ഫാത്തിഹ പഠിപ്പിച്ച എൻ്റെ വല്യപ്പയാണ്, ബിസ്മി എഴുതി തന്ന വല്യപ്പയാണ്, എഴുതി തന്ന വല്യപ്പയാണ്, ഒക്കെ വല്യപ്പയാണ്. ആ ആൾ അങ്ങനത്തെ ആളുമാണ്. ആ ആളെ കൊണ്ട് ആയിരക്കണക്കായ ആളുകൾക്ക് ഇർഷാദ് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വല്യപ്പനെ കൊണ്ട് ആയിരക്കണക്കായ ആളുകൾക്ക് ഇർഷാദ് ലഭിച്ചിട്ടുണ്ട്. ഒരു നാട്ടിന് മതിയായിരുന്നു. അങ്ങനത്തെ വല്യപ്പന്മാരെന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ആ ആളുകളൊക്കെ വലിയ ആലിമീങ്ങളാണോ? അല്ല. അവർ ചില കൈകൾ പിടിച്ചവരാണ്. ഉദാഹരണം പറയാം, ബീരാനോലി പാപ്പാൻ്റെ കൈ പിടിച്ച ആളാണ് വല്യപ്പ. ബീരാനോലി പാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? അക്കാലത്തൊരു മുവഫഖായ അബ്ദാണ്. ഇന്ന് മലബാറിൽ കാണുന്ന ഈ ആത്മീയ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനം ബീരാനോലി പാപ്പയാണ്. അവർ ചെയ്ത സേവനം വളരെ വലുതാണ്. ഈ മനുഷ്യന്മാരെ കൈ പിടിച്ച ആളുകൾ അവർക്ക് ആ കൈ പിടിച്ചാൽ മതി. കൈ പിടിച്ചാൽ തന്നെ മതി. കാരണം കിട്ടേണ്ടതൊക്കെ കിട്ടും. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻളുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. അവരുടെ മുഖത്തിനെ തന്നെ, അവരുടെ മുഖകാന്തിയെ തന്നെ പേടിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണ് അവർ നോക്കുന്നത്. അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ഇനിയൊരു പിഴവ് വരൂല. എന്തുകൊണ്ട്? ബലപ്പെട്ട ഒരു കൈ പിടിച്ചു. എന്നാൽ ഈ കൈ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ നിനക്ക് തന്നത് ഖാദിരിയത്താണോ റിഫായിയത്താണോ ജിഷ്ടിയത്താണോ ഒന്നും ബീരാനോലി പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്താളെന്നറിയും, ഇങ്ങനെ ജീവിച്ചോന്നറിയും.
ആ വഴിക്കട് ജീവിക്കും. ആ മനുഷ്യനത് മതി. ഇപ്പൊ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഖാദിയത്തിൽ ചേർന്നോ, റിഫായത്തിൽ ചേർന്നോ, ചിഷ്ടിയത്തിൽ ചേർന്നോ, സുഹൃത്യത്തിൽ ചേർന്നോ, നക്ഷബന്ധ്യത്തിൽ ചേർന്നോ എന്നൊന്നും അറിയൂല. പക്ഷെ ഒരാൾ അവരെ മുന്നിലുണ്ട്. അതാര്? ബിലാൽ പപ്പുണ്ട്, പൂക്കയറ്റങ്ങളുണ്ട്, ശംസുലുണ്ട്, കണ്യത്തുണ്ട്, തൃപ്പഞ്ചുണ്ട്. ഉദാഹരണമാണ് ഈ പറഞ്ഞൊക്കെ. അപ്പൊ അവര് ഞാൻ പറഞ്ഞ കുടിപ്പിച്ചിട്ട് കുടിക്കണം. എന്ന് പറഞ്ഞ വ്യാഖ്യാനം ഞാൻ ഈ ആശയങ്ങൾക്ക് കുടിപ്പിച്ചു. അങ്ങനെ ഒരാൾ കുടിപ്പിക്കണം. അപ്പൊ നമ്മൾ കുടിക്കണം. അപ്പൊ അങ്ങനെ കുടിച്ചാൽ എന്താ ഗുണം? അത് പുളിയില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് ഇതൊരു കുടിപ്പിക്കലാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതൊരു കുടിപ്പിക്കലാണ്. ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. വെള്ളിയാഴ്ച അള്ളാഹ് ക്ലാസ്, പിന്നെ ബുധനാഴ്ചയും. ഇത് ബുധനാഴ്ചത്തെ ക്ലാസ്സാണ്. ഇന്നലെ എനിക്ക് തിരക്കിട്ട കൃഷിപ്പണിയിൽ തിരക്കിട്ടൊരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നേക്ക് മാറ്റിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ബുധനാഴ്ചയും ഞായറാഴ്ച നടക്കുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്കിൻ്റെ ക്ലാസ്. ഇത് അസ്ലെന്ന് പറഞ്ഞാൽ ഇത് ഞാനല്ല, ഇത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളാണ്. അവരാകട്ടെ എൻ്റെ വല്ലിപ്പിയാണ്. എൻ്റെ വല്ലിപ്പിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ. എൻ്റെ വാപ്പ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാലിൽ ഹുസൈനി തങ്ങളാണ്. അവരുടെ വാപ്പയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ഈ കുടിപ്പിക്കണ ഇത് ഒരു അബ്ദിനെ സംബന്ധിച്ചിടത്തോളം മതിയാവും. അവിടെ കുടിപ്പിച്ചു കുടിച്ചു. ഈ ഒരു കാലത്ത് ഇതുമേ തന്നെ മുന്നോട്ട് പോയാൽ മതി. ആ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 319 ക്ലാസ്സിൽ പങ്കെടുത്തു. എത്ര ക്ലാസ്സായി? 300 എത്ര? വെള്ളിയാഴ്ച ക്ലാസ് എത്രയായി? അതാ ചോദിച്ചു. വെള്ളിയാഴ്ച ക്ലാസ് എത്രയായി? 18 19 എത്ര കഴിഞ്ഞു? ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ക്ലാസ് മതിയാവും. അതൊക്കെ ക്ലാസ് മതിയാവും. കാരണം എന്തുകൊണ്ട്? അത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. മൊത്തം ക്ലാസ്സുകളെ നമ്മളെ ഈ 319 ക്ലാസ് നമ്മൾ ടോട്ടലൈസ് ചെയ്ത് നമുക്ക് കിട്ടുക എന്നാണ് അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോ എന്നാണ്. അള്ളാഹു റബ്ബാണ്. അള്ളാഹുവാണ് നിന്നെ രക്ഷിക്കേണ്ടത്, നീയല്ല. ഏകദേശം ഒരു 50 ക്ലാസ് ഒന്നും ആവില്ല റബ്ബ് എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക. റബ്ബ് രക്ഷിതാവ്, അതായത് നിന്നെ രക്ഷിക്കേണ്ടത് നീയല്ല, നീ നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബ് വേറെ. രക്ഷിക്കാൻ ഏറ്റവുമല്ലേ രക്ഷിക്കേണ്ടുള്ളൂ. അപ്പം നിന്റെ കാര്യത്തിൽ നീ പരിധി വിട്ടൊരാധി പിടിക്കേണ്ട. അതിനാരുണ്ട്? പറ ധൈര്യം ഉറക്കെ പറയാം. ഈ നിന്റെ നഫ്സിന് ആരുണ്ട്? റബ്ബുണ്ട്. അതിനൊരു റബ്ബുണ്ട്. നീ റബ്ബല്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? രക്ഷിക്കേണ്ടവൻ. അപ്പൊ നിന്റെ കാര്യത്തിൽ നീ ബേജാറാവണ്ട. നീ ആരെ ഏൽപ്പിച്ചാൽ മതി? ഏൽപ്പിക്കാൻ റബ്ബ് മതിയോ? എന്തുണ്ടായാലും റബ്ബ് തോൽക്കാനാണ് വിളിച്ചത്, അതായിരിക്കും അപ്പോൾ ഖൈർ. റബ്ബ് ജയിക്കാനാണ് വിളിച്ചത്, അപ്പോൾ അതായിരിക്കും ഖൈർ. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന് തോൽവിയില്ല, തോൽവിയും ജയാണ്. ജയവും ജയാണ്, തോൽവിയും ജയാണ്. അവൻ ആരാണെങ്കിൽ, അവൻ ആരിലേൽപ്പിച്ചാൽ? റബ്ബിലേൽപ്പിച്ചാൽ. ഒരു പേടിയും പിടിക്കണ്ട, ഒരു പേടിയും പിടിക്കണ്ട. ചിലപ്പോൾ നമ്മൾ ജയിക്കും, അപ്പൊ അതായിരിക്കും ഖൈർ. ചിലപ്പോൾ നമ്മൾ തോൽക്കും, അപ്പൊ അതായിരിക്കും ഖൈർ. ജീവിതത്തിൽ തോൽക്കും മനുഷ്യന്മാർ. തോൽക്കണമല്ലോ, തോൽക്കണ്ടേ? എന്ന് ജയിക്കാൻ പറ്റും, തോൽക്കണം. പഠിക്കണം. ഞാൻ എൻ്റെ കുട്ടികളോട് എൻ്റെ ജീവിതത്തിൽ ജയിക്കണം എന്നല്ല, പഠിക്കണം എന്ന് പറയും. ജയിക്കണം എന്നറിയില്ല. ജയിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ടെൻഷനായി. തോറ്റോട്ടെ, പ്രശ്നമില്ല. പഠിക്കണം.
നിങ്ങളെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത് തോറ്റാൽ ഒരു പ്രശ്നവും ഇല്ല. ജയിക്കണമെന്ന് വാശിയും ടെൻഷനും ഉണ്ടാകരുത്. അങ്ങനെ ആവുമ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റും, പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടും. പരീക്ഷ പേടി എന്നൊരു രോഗമുണ്ട്. ആ രോഗം ഒരു മാനസിക രോഗം. ആ രോഗം വളർന്നാൽ അത് മനുഷ്യൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തും. തിരിഞ്ഞില്ല. അതായത് എല്ലാ ഭാഗത്തുനിന്നും കുട്ടിക്ക് എന്തു വരിക? ഭയങ്കര സ്ട്രെസ് വരിക. തോൽക്കോ അപ്പോൾ കുട്ടിക്ക് തോൽക്കോന്ന് ആദ്യമായി ഈ ആദ്യ കുട്ടിക്ക് ഒരു മാനസിക രോഗം ഉണ്ടാക്കും. അപ്പൊ കുട്ടി ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, പഠിക്കുക ആവുന്നത്രേ. തോറ്റാലും അൽഹംദുലില്ലാ, തോൽക്കേണ്ടി വരും ചിലപ്പോ. ജയിച്ചാലും അൽഹംദുലില്ലാ, തോൽക്കാനും ആണല്ലോ മനുഷ്യൻ പഠിക്കുക. ജീവിതത്തിൽ ഒരാൾ തോറ്റിട്ടില്ലെങ്കിൽ അവന് ഒരിക്കൽ തോറ്റ ആത്മഹത്യ ചെയ്യും. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തോറ്റൊരു മനുഷ്യന് എന്ത് പ്രതിസന്ധി നേരിടാൻ കഴിയും? എന്തും. എല്ലാ മനുഷ്യനും എന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. എന്തുകൊണ്ട്? എക്കാലത്തും നന്മ മാത്രമല്ല നമ്മൾ കേട്ട്. നമ്മൾ നന്മ കേട്ട് അത്ര തിന്മയും കേട്ടിട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ പറ്റി പ്രശംസിച്ചതിനേക്കാൾ കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പം അയിമ തടി ഉറച്ചു. ഇനിയിപ്പോൾ ഒരാൾ വിമർശിക്കുന്നുണ്ട് നിങ്ങളെയാറും. ഇപ്പോൾ പാവൂർ അങ്ങാടിയിൽ നിങ്ങളെപ്പറ്റി ഒരാൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വണ്ടി എടുക്ക് പോയൊക്കെ ഞാൻ പറയില്ല. എന്തുകൊണ്ട് വിമർശിച്ചോട്ട്? മോനെപ്പോലത്തെ എത്ര ആൾ ഇവിടെ വിമർശിച്ചു. എന്നിട്ട് ഇവിടെ എന്തുണ്ടായത്? പിറ്റേന്ന് നേരം വെളുത്തു, പിറ്റേന്ന് വൈകുന്നേരം. നമുക്കൊന്നും പറ്റില്ല, നമുക്കോട് പറ്റില്ല. അതേ സമയത്ത് എന്നെ എല്ലാവരും പ്രശംസിക്കുകയാണ്. അതേ അപ്പോൾ പിന്നെ ഒരാളാണ് വിമർശിക്കുകയാണെങ്കിൽ ജീവൻ പോകും. മനുഷ്യൻ തോൽക്കും പോലെ മനുഷ്യൻ ജയിക്കണം. ഇതൊന്നും മനുഷ്യൻ പ്രശ്നമല്ല. മനുഷ്യൻ ആരെ ഏൽപ്പിക്ക്? റബ്ബിനെ ഏൽപ്പിക്ക്. ഇപ്പം നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു 50 ക്ലാസ് ഒന്നുമില്ല റബ്ബിനെ വിശദീകരിച്ചത്. എനിക്ക് ആളുകൾക്കൊരു എന്താ ഉണ്ടാവുക, ഒരു പദത്തിന് ആവർത്തിക്കുന്നുള്ള ഡൗട്ട് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് 1000 ക്ലാസ്സും റബ്ബ് എന്ന് മാത്രം വിശദീകരിക്കാൻ ഇഷ്ടം. എന്തുകൊണ്ട്? അത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. റബ്ബ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഇതാണ് ആദ്യം അല്ലാഹ് നമ്മളോട് ചോദിച്ചത്. റബ്ബ്. ഖബർ ചെന്നാൽ ആദ്യം ചോദിക്കാം മൻ റബ്ബുക, മൻ അല്ലാഹുക എന്നല്ല, മൻ റബ്ബുക, നിന്റെ റബ്ബാരാന്നാ വിചാരിക്കുന്നത്. അല്ലാഹു റബ്ബി. അപ്പൊ റബ്ബ് ഇതേ ചോദ്യമുള്ളൂ, അവിടെ പഠിക്കേണ്ടതുള്ളൂ. അത് സിറ്റിംഗ് ആയാൽ ദീനായി. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? വളരെ നിങ്ങൾ ചിന്തിക്കണം. കുറേ പഠിക്കല് വേണ്ട. മനുഷ്യന് ഒരു ആഴം കിട്ടണം. ആ ആഴത്തിൽ എത്തിച്ചേർന്നാൽ അവൻ പരാജയപ്പെടില്ല. അപ്പം ഇവിടെ നടക്കുന്ന ഈ 2 ക്ലാസ്, അതൊരു ക്ലാസ് 2 വട്ടം ചെയ്യും. സൂഫി ക്ലാസ് ആഴ്ച 2 വട്ടം, അള്ളാഹ് ക്ലാസ് 1 വട്ടം. അതിൽ പങ്കെടുത്തൊരു മനുഷ്യന് പിഴക്കൂല. അതൊരു കുടിപ്പിക്കലാണ്. ഒന്ന് അള്ളാഹുവിനെ കുടിപ്പിക്കുക, ഒന്ന് റസൂലിനെ കുടിപ്പിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരാജയപ്പെടില്ല. അതിന് നിങ്ങൾ വിഷമിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. വാർദ്ധക്യം എന്നൊരു സംഗതി സത്യത്തിൽ ഇല്ല. വാർദ്ധക്യം മനസ്സിലാണ്. ഒരാൾക്ക് 30 വയസ്സിലും വൃദ്ധനാകാം, ഒരാൾക്ക് 100 വയസ്സിൽ യുവാവാകാം. മനസ്സിലായില്ല? 30 വയസ്സിൽ വൃദ്ധനാവും, 40 എന്താണ് വൃദ്ധനാവും. അതേസമയത്ത് 100 വയസ്സിൽ യുവാവാകും. 90-ാമത്തെ വയസ്സിൽ കന്ന് പൊട്ടിയപ്പോൾ വീണു. 90-ാമത്തെ വയസ്സിൽ കന്ന് പൊട്ടിയപ്പോൾ വീണു. പിന്നെ ആ കിടത്തത്തിൽ കുറച്ച് കിടന്നു, മരിച്ചു. എൻ്റെ വല്യപ്പ കന്നൂട്ട് 90-ാമത്തെ വയസ്സിൽ കന്നൂട്ട് അതിൽ വീണു. പിന്നെ ലേശം കിടന്നു, മരിച്ചു. മരിക്കാനൊരു സബബാണല്ലോ, മരിക്കാനൊരു സബബാണ്. ഈ അതുപോലത്തെ 90-ാമത്തെ വയസ്സിൽ മറ്റേ ബാപ്പാൻ്റെ വാപ്പ, ആദ്യം പറഞ്ഞ വാപ്പമ്മാൻ്റെ വാപ്പയാണ്. മറ്റ് ബാപ്പാൻ്റെ വാപ്പയും 90-ാമത്തെ വയസ്സിൽ കന്നൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം അവർക്കില്ല. അതേ സമയത്ത് 40 വയസ്സാകുമ്പോൾ പറയൽ തുടങ്ങും, ഇനിയൊന്നും നടക്കൂല, വെയ്യ.
അപ്പൊ നമ്മളെ പ്രശ്നം നമ്മൾ റബ്ബിനെ ഏൽപ്പിച്ച് നമുക്കൊന്നും പറ്റൂല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ മതി. പിന്നെ പറ്റേണ്ടത് പറ്റേണ്ടി വരും, പറ്റണല്ലോ. മനസ്സിലായത് പറഞ്ഞു. ചിലതൊക്കെ നമുക്ക് പറ്റേണ്ടി വരും. അത് പറ്റൽ നിർബന്ധമാണ്. അവിടെ മരിക്കൽ നിർബന്ധമാണ്, മരിക്കേണ്ടി വരും. മരിക്കൽ ആപത്താണോ? അല്ല, മരിക്കൽ നിർബന്ധമാണ്. അപ്പൊ നല്ലോണം തല കൊടുത്ത് ഒരാൾ നമ്മളെ കുടിപ്പിക്കാതെ കുടിക്കൂല. ഇതൊരു കുടിപ്പിക്കലാണ്. ഈ കുടിപ്പിക്കലിൽ കൂടിയാലും മതിയാവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. നബിയുടെ പ്രേമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമത്തെ കുടിക്കന്നെ വേണം. കുടിച്ചെന്ന് വിചാരിച്ച പോലെ കുടിക്കണം. അല്ലാഹു തആല കുടിക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അങ്ങനത്തെ ഒരാളെ കിട്ടാതെ വരുമ്പോൾ പിന്നെ ത്വരീഖത്തുകൾ അവലംബിക്കൽ നിർബന്ധമായി തീരും. എന്തുകൊണ്ട്? അങ്ങനത്തെ ആളുകളെ പുറത്ത് കാണാനില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റൂട്ടിൽ കയറിയിട്ട് അവൻ അതിൻ്റെ ആദ്യകാലക്കാരായ മഹാന്മാരെ അവലംബിച്ച് മുന്നോട്ട് പോകണം. അവൻ്റെ മുന്നിലുള്ള ആൾ നന്നായിക്കോണമെന്നൊന്നുമില്ല. നന്നായ വളരെ നല്ലത്, ചിലപ്പോൾ നന്നായിക്കോണമെന്നൊന്നുമില്ല. ഈ റൂട്ടിൽ കയറിയത് കൊണ്ട് അവൻ നടക്കാതെ അവൻ രക്ഷപ്പെടാനും പോകുന്നില്ല. ചില ആളുകൾ ത്വരീഖത്തിൽ ചേരും, പക്ഷെ നന്നാവില്ല. എന്തുകൊണ്ട്? അവൻ ആദ്യകാലക്കാരെ അവലംബിച്ച് മുന്നോട്ട് പോകണം. അവിടെ വെളിച്ചം കിടക്കുന്നുണ്ട്, മുന്നോട്ട് പോകണം. ഏതായാലും ടോട്ടൽ ഇത്രേ പറഞ്ഞത്. എന്ത്? ഒരാൾ കുടിപ്പിക്കാതെ കുടിക്കൽ നടക്കൂല, കുടിപ്പിക്കണം. അംബിയാ വന്നു, അവർ കുടിപ്പിച്ചപ്പോൾ മനുഷ്യന്മാർ നന്നായി. ഉലമാവ് വന്നു, കുടിപ്പിച്ചപ്പോൾ മനുഷ്യന്മാർ നന്നായി. അല്ലാതെ കുടിക്കൂല. നമുക്ക് സ്വയം കുടിക്കാൻ കഴിയില്ല, ഒരിക്കലും എന്തെയും കുടിക്കാൻ കഴിയില്ല. ആദ്യത്തെ മനുഷ്യനെ തന്നെ നബിയാക്കിയത് എന്തുകൊണ്ട്? അപ്പൊ ആദ്യത്തെ മനുഷ്യൻ നബിയായില്ല എന്ന് സങ്കല്പിക്കുക. സയ്യിദുനാ ആദം ആദ്യത്തെ മനുഷ്യൻ നബിയായില്ല എന്ന് നോക്കൂ. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു ജനതക്ക് കുടിപ്പിക്കാൻ ആളില്ലാതെ വരും. ആദ്യത്തെ മനുഷ്യൻ തന്നെ നബിയാണ്. അപ്പൊ ഭാര്യ ഈ ആളിൽ നിന്ന് കുടിച്ചു, പിന്നെ മക്കൾ കുടിച്ചു, കുടിക്കാത്ത പുറത്തുപോയി. അല്ലാഹു തആല ഈ കുടിപ്പിക്കുന്ന യോഗ്യത ആർക്ക് നൽകി? ആദ്യത്തെ അബുൽ ബഷറിന് നൽകി. നബിയാണ്. ആദം എന്നൊരാൾ നബി ആയിരുന്നില്ല നോക്കൂ. അലൈഹി സ്വലാത്തു വസ്സലാം നബി ആയിരുന്നില്ല നോക്കൂ. പിന്നെ 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി വന്നത്. എങ്കിൽ കുടിപ്പിക്കാൻ അവിടെ ആളില്ല. ആദ്യത്തെ മനുഷ്യനെ നബിയാക്കി. ആദ്യം കുടിച്ചത് ഭാര്യ. ആദ്യം കുടിച്ചത് ഭാര്യ. ആ മനുഷ്യനെ ആദ്യം കുടിച്ചു. ആര് കുടിച്ചു? ഭാര്യ കുടിച്ചു. ആ ആൾ ഭാര്യക്ക് കുടിപ്പിച്ചു. ഞാൻ ഫഅസ്ഖൈതുഹും നഹ്ലൻ വഅല്ലൻ ബിദാദഹു എന്ന് വ്യാഖ്യാനിക്കുക. കുടിപ്പിക്കാതെ കുടിക്കൂല. അതിനാണ് ക്ലാസ്സിൽ വരണം എന്നുള്ളത്. ക്ലാസ് ഇവർ തന്നെ വേണം. അത് മൊബൈലിൽ മാത്രം കേട്ടാൽ പോരാ, ഇടക്കൂടെ വരണം. ഇതൊരു കുടിപ്പിക്കുന്ന മജ്‌ലിസാണ്. ഇവിടുന്ന് കുടിക്കണം. കുടിക്കാത്തവരെന്ത് പറയും? അത് നിങ്ങൾ കണക്കാക്കണം. അവർക്ക് ഇരുട്ടിനെ വെളിച്ചാക്കി തോന്നും, വെളിച്ചത്തെ ഇരുട്ടായി തോന്നും. അത് നിങ്ങൾ കണക്കാക്കണ്ട. ഇപ്പോൾ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം നബി അല്ലായിരുന്നെങ്കിൽ ഒന്നാമത്തെ കുറച്ച് ആളുകൾക്ക് കുടിക്കാൻ ആളില്ലാതെ വരും, കുടിപ്പിക്കാൻ ആളില്ലാതെ വരും. അപ്പോൾ അവർക്ക് പ്രയാസം നേരിടും. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ തന്നെ അല്ലാഹു തആല കുടിപ്പിച്ച ആളാണ്. ആ ആളാണ് ഭാര്യക്ക് കുടിപ്പിച്ച്. പിന്നെ മക്കൾ 40 മക്കൾ കുടിപ്പിച്ചു. അതിലൊരുത്തൻ ഖാറൂൻ എന്ന എന്താ പറയുക ഖാബീൽ എന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു. അവൻ്റെ കുടിപ്പാനീയം കമ്മിയായി. അവനെ ഖുർആൻ വിമർശിച്ചു. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. ഇത് ചൊല്ലി ഹദീസ്. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി. ما من مقتول إلا لابن آدم الأول كفل من دمه. ما من مقتول ഒരു കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയുമില്ല. ഇല്ലാ ലിബ്നി ആദം അൽ-അവ്വലി ആദമിന്റെ ആദ്യത്തെ മകൻ ഉണ്ടായിട്ടല്ലാതെ കിഫ്ലും മിൻ ദമിഹി ആ കൊല ചെയ്യപ്പെട്ടവന്റെ രക്തത്തിൽ ഒരു ഉത്തരവാദിത്വം.
ലോകത്തെ എവിടെ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിലും ആദമിന്റെ അലൈഹിസ്സലാം ആദ്യത്തെ മകന് അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമ. ലിബ്നി ലാമിന്റെ ഉള്ളിൽ അലിഫ് കൊടുക്കുക. ലിബ്നി ചേർത്ത് പറയുമ്പോൾ ലിബ്നി എന്ന് വായിക്കും. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി ലിഅന്നഹു വകീദ് ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. ഹബീബായ നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീറിലുണ്ട് ഹദീസിന്റെ സ്രോതസ്സ് എഴുതിച്ചാണ് ഇബ്നു കസീറിൽ. മാ മിൻ മഖ്തൂലിൻ ഒരു കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയും ഇല്ല. ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി ആദമിന്റെ ആദ്യത്തെ മകൻ ഉണ്ടായിട്ടല്ലാതെ കിഫ്ലുൻ മിൻ ദമിഹി ആ കൊലപ്പ ചെയ്യപ്പെട്ടവന്റെ രക്തത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിട്ടല്ലാതെ ഒരു കൊലപാതകവും ലോകത്ത് ഒരു കാലത്തും നടക്കൂല. എന്തെന്നാൽ അയാളാണ് അവ്വലു മൻ സന്നൽ ഖത്ല കൊലപാതകം എന്ന ചര്യയെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ കുട്ടികളെ? മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി വായിക്കാം, കൃത്യമാണ് നോക്ക്. മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ. ലിബ്നി എന്ന് പറഞ്ഞാൽ ലാമിന്റെ ഉള്ളിൽ അലിഫ്. ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. എന്താർത്ഥം? ഒരു കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയുമില്ല ലോകത്ത് ഒരു കാലത്തും. ഇന്ന് ഒരാളെ കൊല്ലുന്നുണ്ടെങ്കിൽ അയാളും ഇല്ല. ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി ആദമിന്റെ ആദ്യത്തെ മകൻ ഉണ്ടായിട്ടല്ലാതെ കിഫ്ലുൻ മിൻ ദമിഹി ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ രക്തത്തിൽ ഒരു ഉത്തരവാദിത്വം. ഇന്നിപ്പോ ഒരാളെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ രക്തത്തിൽ ആദ്യത്തെ ആദം നബിയുടെ മകനൊരു ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടില്ല? അന്നഹു എന്തുകൊണ്ടെന്നാൽ അയാളാണ് അവ്വലു മൻ സന്നൽ ഖത്ല കൊലപാതകം എന്ന ദുശ്ചര്യ ലോകത്താദ്യമായി കൊണ്ടുവന്നത്. സ്വന്തം മനുഷ്യനെ കൊന്നു. അന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. അപ്പൊ അയാൾക്ക് എന്തുകൊണ്ട് കുടിച്ചില്ല? ആരെ കുടിച്ചില്ല? ബാപ്പാനെ കുടിച്ചില്ല. ബാപ്പ മിനഹു ബാപ്പാന്നല്ല, ബാപ്പ ഇന്നു മിനഹു നബിയുള്ള. ബാപ്പ എന്നുള്ള നിൽക്കല്ല, ബാപ്പ നബി എന്നുള്ള നിൽക്കാണ്. ആ ബാപ്പാനാണ് കുടിക്കണം. ബാപ്പ കുടിപ്പിക്കാൻ പറ്റുക. എല്ലാ ബാപ്പാനെയും കുടിക്കണം എന്നല്ല, കുടിപ്പിക്കാൻ പറ്റണം. ബാപ്പ ഉണ്ടാവും. അപ്പോൾ ജസദിന്റെ ബാപ്പയും റൂഹിന്റെ ബാപ്പയും ഒന്നാവും. ചിലപ്പോൾ ജസദിന്റെ ബാപ്പ വേറെ, റൂഹിന്റെ ബാപ്പ രണ്ടും വേറെ ഇരിക്കും. ജസദിന് ബാപ്പ ഉണ്ടെങ്കിൽ റൂഹിന് ബാപ്പ ഉണ്ടാവണം. റൂഹിന്റെ ബാപ്പയെ കണ്ടെത്തണം. റൂഹിന് ബാപ്പ ഉണ്ടാവും, കണ്ടെത്തണം. ജസദിന്റെ ബാപ്പ റൂഹിന്റെ ബാപ്പ ആയിക്കോളണമെന്നില്ല. 99%. ചില സന്ദർഭത്തിൽ ജസദിന്റെ ബാപ്പ തന്നെ റൂഹിന്റെ ബാപ്പയായി പോകും. നമ്മൾ റൂഹിന്റെ ബാപ്പയെ കണ്ടെത്തണം. അതൊരാളെ ശരിയല്ലെങ്കിൽ അടുത്ത ആളത്തേക്ക് പോകണം. സീന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ബാപ്പാനെ കണ്ടെത്തി എത്തും. ഒക്കെ വലിച്ചെറിഞ്ഞ് എന്തുകൊണ്ട്? അവരൊക്കെ ദുനിയാവിൻ്റെ അടിമകളാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ബോധ്യപ്പെടും. അവസാനം മദീനയിലെത്തി. അതാണ് റൂഹിൻ്റെ ബാപ്പ. അവിടെ എത്തി. അതാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ ഇറങ്ങി. ആ മഹാന്റെ കാര്യത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഈ ആയത്തിൽ പ്രശംസിക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നേതാവ് സൽമാൻ അൽ ഫാരിസിയാണ്. അപ്പോൾ യഥാർത്ഥ റൂഹിന്റെ ബാപ്പയോടെ കണ്ടെത്തി സൽമാൻ. ഇന്ന് റൂഹിന്റെ ബാപ്പ ഉണ്ടാവും, അതിനെ കണ്ടെത്തണം.